വിദ്യാർത്ഥികൾ മുൻപ് നൽകിയിട്ടുള്ള ഓപ്ഷനുകൾ റദ്ദായി പോയിട്ടുണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം വെബ്സൈറ്റിൽ വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ നൽകാനുള്ള ബുദ്ധിമുട്ട് കാരണം വെബ്സൈറ്റിൽ വന്നിട്ടുള്ള ചില അപ്ഡേറ്റുകൾ കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ മുൻപ് നൽകിയിട്ടുണ്ടായിരുന്ന ഓപ്ഷൻസ് റിമൂവ് ആയി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ജസ്റ്റ് നിങ്ങളുടെ ഓപ്ഷൻ നൽകിയുള്ള ആ ഒരു പേജിൽ നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസ് അവിടെ ഉണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട ഒരു സംശയമാണ് വിദ്യാർത്ഥികൾക്ക് എത്ര ഓപ്ഷനുകൾ വെക്കാൻ പറ്റും, അതുപോലെ നഴ്സിങ്ങിനും പാരാമെഡിക്കലും ഒരേ കോളേജിൽ എങ്ങനെയാണ് ഓപ്ഷൻ വെക്കുന്നത്. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥികൾക്കുള്ള സംശയങ്ങൾക്ക് എങ്ങനെയാണ് ആ ഒരു ഓപ്ഷൻ വെക്കുന്നത് എന്നുള്ള കാര്യം ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നഴ്സിംഗ് പഠിക്കാൻ താല്പര്യമുണ്ട്, MLT പഠിക്കാൻ താല്പര്യമുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു മാനേജ്മെൻറ്റ് സീറ്റും അതുപോലെ തന്നെ മെറിറ്റ് സീറ്റും അതുപോലെ NRI സീറ്റും മൈനോറിറ്റി സീറ്റും ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംശയമാണ്. അപ്പോൾ ആ ഒരു സംശയത്തിനുള്ള ഉത്തരം ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്യുകയും രജിസ്ട്രേഷൻ ID, പാസ്വേഡ് എന്നിവ നൽകി സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക്, അതായത് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പ്രവേശിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഓപ്ഷൻ രജിസ്ട്രേഷനായിട്ട് ഫസ്റ്റ്, അതായത് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫോർ ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ വന്നിട്ടുള്ള എല്ലാ കോളേജുകളും വിദ്യാർത്ഥികൾ ഈ ഒരു ഘട്ടത്തിൽ തന്നെ നൽകേണ്ടതായിട്ടുണ്ട്. പിന്നീട് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷമോ അല്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷമോ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമോ പുതുതായിട്ട് ഓപ്ഷൻ, അതായത് ഇപ്പോൾ വന്നിട്ടുള്ള കോളേജുകൾ ആഡ് ചെയ്യാൻ പറ്റുന്നതല്ല. പിന്നീട് പുതിയ കോളേജുകൾ വരികയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് നൽകാനായിട്ട് സാധിക്കുക. അതുപോലെ ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം ഓപ്ഷൻ നൽകാനുള്ള സൗകര്യം സാധാരണ മുൻ വർഷം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ മുൻ വർഷം, അതായത് 2022 ഉണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ വർഷം ആ ഒരു രീതിയിൽ ട്രയൽ അലോട്ട്മെൻറ്റ് ഘട്ടത്തിൽ പുതുതായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ള ആ ഒരു ഫസ്റ്റ് ഘട്ടത്തിൽ വന്നിട്ടുള്ള കോളേജുകൾ നൽകാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ താല്പര്യമുള്ള ഏതൊരു കോളേജുകൾ ആയിരുന്നാലും ഇപ്പോൾ ഓപ്ഷൻ നൽകാവുന്നതും പിന്നീട് ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് വേണ്ട എന്ന് തോന്നുന്ന ഓപ്ഷനുകൾ വേണമെങ്കിൽ റിമൂവ് ചെയ്ത് കൊടുക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് 16-ാം തീയതിയാണ് പ്രസിദ്ധീകരിക്കുക. 15-ാം തീയതി വരെ നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാനുള്ള സൗകര്യം വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഘട്ടം വരെ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയത് ആഡ് ചെയ്യാനോ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഫോൺ വഴി ചെയ്യാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾ തൊട്ടടുത്തുള്ള അക്ഷയ വഴിയോ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു സൗകര്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതും ആണ്. കാരണം മൊബൈൽ വഴി നോക്കുന്ന സമയത്ത് ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിൽ മുഴുവനായിട്ടുള്ള പേജുകൾ ലോഡായിട്ട് വരുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് ആ ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫോർ ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ലിങ്ക് കാണാൻ പറ്റും. അവിടെയുള്ള രജിസ്റ്റർ ഓപ്ഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നീട് വരുന്ന പേജിലേക്ക് പ്രവേശിക്കുന്നതാണ്. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഈ ഒരു പേജിൽ ഇത്രയും പേജാണ്, അതായത് ഈ ഒരു ഭാഗമാണ് ഇതിൽ ലോഡായിട്ട് വന്നിട്ടുള്ളത്. ഇതിൽ ഒരു റിമൂവ് എന്നുള്ളൊരു ഓപ്ഷൻ കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു പേജ് ഇപ്പോൾ മൊബൈൽ ഫോണിലായതുകൊണ്ട് തന്നെ, അതായത് ഡെസ്ക്ടോപ്പ് സൈറ്റ് മോഡിലാണ് ഇട്ടതെങ്കിൽ കൂടി ആ ഒരു പേജ് മുഴുവനായിട്ട് ഈ ഒരു വെബ്സൈറ്റിൽ ലോഡായിട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വന്തമായിട്ടോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടർ വഴിയാണെങ്കിൽ ഈ ഒരു പേജ് മുഴുവനായിട്ട് ലഭിക്കുന്നതാണ്. ഫോൺ വഴിയാണെങ്കിൽ ആയതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഇങ്ങനെ കാണിക്കുന്നത്. കുറേ പേർക്ക് ഈ ഒരു ഫുൾ പേജ് കിട്ടുന്നുണ്ട്, എന്നാൽ കുറേ പേർക്ക് ഇതേ രീതിയിൽ ഫുൾ പേജ് കിട്ടാതെയും ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ അല്ലെങ്കിൽ അക്ഷയ വഴിയോ നിങ്ങൾക്ക് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഈ ഒരു കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ നിങ്ങൾക്ക് അത് സൗകര്യമുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി എങ്ങനെ ഒരു വിദ്യാർത്ഥിക്ക് നഴ്സിങ്ങിനും പാരാമെഡിക്കൽ കോഴ്സിലേക്കും അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം വിവിധ കോളേജുകളുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതൊരു കോളേജിലേക്കും നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. ആദ്യം ഗവൺമെൻറ് കോളേജ് നൽകുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ളത്. കാരണം ഈ ഒരു 23,170 രൂപയാണ് ഗവൺമെൻറ് കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഫീസ് ഉള്ളത്. അതുപോലെ തന്നെ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളും ഗവൺമെൻറ് കോളേജ് ആദ്യം കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം ഗവൺമെൻറ് കോളേജ് കിട്ടുന്ന സമയത്ത് ചെറിയൊരു ഫീസാണ് വരിക, അതായത് ഏകദേശം ഒരു 25,000 രൂപയ്ക്കുള്ളിൽ മാത്രമാണ് ഫീസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പല വിദ്യാർത്ഥികളും ചോദിച്ചതാണ് ഒരു ഗവൺമെൻറ് കോളേജ് ആദ്യം കൊടുക്കണോ, അതുപോലെ സൈമെറ്റ് കൊടുക്കണോ, അതിനുശേഷം അതായത് ആദ്യം ഗവൺമെൻറ് കോളേജിൽ ഓപ്ഷൻ കൊടുത്തു, അതിനുശേഷം സിമെറ്റ് കൊടുക്കുന്നു, അതിനുശേഷം സി പാസ് കൊടുക്കുന്നു, അതിനുശേഷമാണോ സെൽഫ് ഫിനാൻസ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളുടെ പ്രയോറിറ്റി ബേസിൽ ഓപ്ഷൻ കൊടുക്കാം. ആദ്യം ഗവൺമെൻറ് കോളേജ് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതിനുശേഷം നിങ്ങൾക്ക് SC ST OBC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളൊക്കെ ഓപ്ഷൻ നൽകുന്ന സമയത്ത് ഈ ഒരു സിമെറ്റ് അതുപോലെ തന്നെ ഈ ഒരു സി പാസ് ഇതുപോലുള്ള കോളേജുകൾ ആദ്യം സി പാസും പിന്നീട് സിമെറ്റും കൊടുക്കുന്നതായിരിക്കും ഗവൺമെൻറ് കോളേജിന് ശേഷം കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആദ്യം ഗവൺമെൻറ് കോളേജ് കൊടുക്കുക, പിന്നീട് സി പാസ്, പിന്നീട് സിമെറ്റ്, അതുപോലെ പിന്നീട് സെൽഫ് ഫിനാൻസ് കോളേജ്. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ
പല വിദ്യാർത്ഥികളും ചോദിച്ചതായിരുന്നു മാനേജ്മെൻറ്റ് സീറ്റും അതുപോലെ തന്നെ മെറിറ്റ് സീറ്റും എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളത്. നിലവിൽ മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് ഓപ്ഷൻ നൽകാനുള്ള ആ ഒരു ഭാഗം വന്നിട്ടില്ല. നിലവിലിപ്പോൾ ഇതൊക്കെ മെറിറ്റ് സീറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതൊരു കോളേജിലേക്കും ഓപ്ഷൻ വെക്കാവുന്നതാണ്. ആദ്യം ഗവൺമെൻറ് കോളേജ് വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതുപോലെ തന്നെ സിമെറ്റിൻ്റെ ഇവിടെ NRI കോട്ട സീറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ആ ഒരു സീറ്റിൽ NRI കോട്ടയിലുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഓപ്ഷൻ കൊടുക്കേണ്ടതുള്ളൂ. കാരണം NRI ഡോക്യുമെൻ്റ് നിങ്ങൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഓപ്ഷൻ നൽകുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ NRI ഡോക്യുമെൻറ്റ്സ് അഡ്മിഷൻ ടൈമിൽ നിങ്ങൾക്ക് ഹാജരാക്കാനായിട്ട് കയ്യിൽ ഉണ്ടായിരിക്കണം. NRI ഡോക്യുമെൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അതായത് അടുത്ത ബന്ധുക്കളോ മറ്റോ ഈ ഒരു വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അവരുടെ അതായത് പാസ്പോർട്ട്, അതുപോലെ തന്നെ വിസ, അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് എന്നിങ്ങനെയൊക്കെയുള്ള വിവിധ ഡോക്യുമെൻ്റ് ഉണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് പ്രോസ്പെക്ടസിൽ എന്തൊക്കെയാണ് NRI കോട്ട അഡ്മിഷന് വേണ്ടത് എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു ഡോക്യുമെൻറ്റ്സ് ഉണ്ട് എങ്കിൽ മാത്രമേ NRI കോട്ടയിൽ ഓപ്ഷൻ വെക്കാവൂ. അതുപോലെ തന്നെ NRI കോട്ടയിൽ ഒരു വർഷം ഫീസ് ഇനത്തിൽ വരുന്നത് ഏകദേശം 1.5 ലക്ഷം രൂപയാണ് വരുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു 10,000 രൂപ കോഷൻ ഡെപ്പോസിറ്റ് കൂടി ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ NRI സീറ്റിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു റിസർവേഷൻ ഉള്ളവർ മാത്രമേ വെക്കേണ്ടതുള്ളൂ. അതുപോലെ തന്നെ അതായത് NRI റിസർവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ ഓപ്ഷൻ വെക്കേണ്ടതുള്ളൂ. കാരണം അലോട്ട്മെൻറ്റ് കിട്ടിയാലും നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം അഡ്മിഷന് പോകുന്ന സമയത്ത് NRI ഡോക്യുമെൻ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ അഡ്മിഷൻ കിട്ടുന്നതല്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു NRI കോട്ട കൂടാതെ നിങ്ങൾക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി അതായത് കമ്മ്യൂണിറ്റി അല്ല ഈ ഒരു മൈനോറിറ്റി സീറ്റ് കാണാൻ സാധിക്കും. അപ്പോൾ ജസ്റ്റ് നമുക്കത് നോക്കാം. മൈനോറിറ്റി സീറ്റ് ചില കോളേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, എല്ലാ കോളേജിലും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് മൈനോറിറ്റി സ്റ്റാറ്റസ് എലിജിബിൾ കമ്മ്യൂണിറ്റി SU അതായത് SIUC എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ അവിടെയും നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതൊരു വിദ്യാർത്ഥിക്കും ഓപ്ഷൻ വെക്കാം. എന്നാൽ അവിടെ മൈനോറിറ്റി കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്കായിരിക്കും കൂടുതൽ പ്രയോറിറ്റി ഉണ്ടായിരിക്കുക. അപ്പോൾ ജസ്റ്റ് വേണമെങ്കിൽ ആ ഒരു കോളേജ് കൂടി നിങ്ങൾക്ക് ഓപ്ഷനുകളായിട്ട് ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഈ ആ ഒരു മൈനോറിറ്റി വിഭാഗത്തിൽ ഏത് വിഭാഗമാണുള്ളത് അവർക്കാണ് ആ ഒരു സീറ്റിൽ അതായത് കൂടുതൽ പ്രയോറിറ്റി കിട്ടുക എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ അടുത്തതായിട്ട് നോക്കുന്ന സമയത്ത് അതത് മാനേജ്മെൻറ്റ് ആ ഒരു കോളേജിൻ്റെ മാനേജ്മെൻറ്റ് ഏതാണോ അതിനനുസരിച്ചിട്ടാണ് അവിടെ ആ ഒരു റിസർവേഷൻ അതായത് മൈനോറിറ്റി സീറ്റ് റിസർവേഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു കോളേജും താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ വെക്കാം. അതുപോലെ ജോസ്കോ കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ അതൊരു വുമൻസ് കോളേജാണ് എന്നുള്ളത് കാണാം. അപ്പോൾ അവിടെ പെൺകുട്ടികൾ മാത്രം അപ്ലൈ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം ഇത് വുമൻസ് കോളേജാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ച കാര്യമാണ് മാനേജ്മെൻറ്റ് കോളേജ് ഏതൊക്കെയാണ് എന്നുള്ളത്, മാനേജ്മെൻറ്റ് സീറ്റ് ഏതാണ് എന്നുള്ളത് എങ്ങനെയാണ് തിരിച്ചറിയുക എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു മാനേജ്മെൻറ്റ് സീറ്റ് ഏതാണ് എന്ന് അറിയുന്നതിനായിട്ട് നിലവിൽ വന്നിട്ടുള്ളതൊക്കെ മെറിറ്റ് സീറ്റ് ആയിരിക്കും. കാരണം അതിൽ മാനേജ്മെൻറ്റ് സീറ്റ് ആണെങ്കിൽ ബ്രാക്കറ്റിൽ മാനേജ്മെൻറ്റ് എന്നുള്ളത് നൽകിയിട്ടുണ്ടാകും. അപ്പോൾ വിദ്യാർത്ഥികൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇവിടെ നോക്കുന്ന സമയത്ത് ചില കോളേജുകൾ അതായത് പാരാമെഡിക്കൽ കോഴ്സസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ചില കോളേജിൽ മാത്രം ഈ ഒരു മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട് ബ്രാക്കറ്റിൽ. അപ്പോൾ എന്നാൽ നിങ്ങൾക്ക് ചില കോളേജിൻ്റേത് ഒന്നും പ്രത്യേകിച്ച് അവിടെ മാനേജ്മെൻ്റ് ആണോ മെറിറ്റ് ആണോ എന്നുള്ളതൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മാനേജ്മെൻറ്റ് സീറ്റ് ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ഹിയറിംഗ് അതായത് BASLP കോഴ്സിൻ്റെ നോക്കുന്ന സമയത്ത് മാനേജ്മെൻറ്റ് കോട്ട സീറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ മാനേജ്മെൻറ്റ് കോട്ട സീറ്റ് നഴ്സിംഗിൻ്റേത് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ഏത് കോളേജിലാണ് ഓപ്ഷൻ നൽകുന്നതെന്ന് ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോൾ NRI സീറ്റാണ്, മൈനോറിറ്റി സീറ്റാണ്, അതുപോലെ തന്നെ ഈ ഒരു സാധാരണ മെറിറ്റ് സീറ്റാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. മാനേജ്മെൻറ്റ് സീറ്റാണെങ്കിൽ ബ്രാക്കറ്റിൽ മാനേജ്മെൻറ്റ് എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇനി വിദ്യാർത്ഥികൾ ചോദിച്ചൊരു പ്രധാനപ്പെട്ട സംശയമായിരുന്നു നഴ്സിംഗിനും അതുപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സസിലേക്കും എങ്ങനെയാണ് ഓപ്ഷൻ വെക്കേണ്ടത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് 10 കോളേജിൽ നഴ്സിംഗിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് 11ാമതായിട്ടാണോ അല്ലെങ്കിൽ അടുത്തത് 1ാമതായിട്ടാണോ അടുത്ത പാരാമെഡിക്കൽ കോഴ്സ് സെലക്ട് ചെയ്യപ്പെടുക എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്. അത് 11ാമതായിട്ടാണ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഇവിടെ ഞാനിപ്പോൾ 10 ഓപ്ഷൻസ് ഇപ്പോൾ ഗവൺമെൻറ് കോളേജിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഞാനിവിടെ 10 കോളേജുകളിലേക്ക് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഇവിടെ 10 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും കൂടി ജസ്റ്റ് കൊടുക്കുന്നു. അതായത് ഇത് 11ാമതായിട്ടുള്ള ഓപ്ഷൻസ് ആയിട്ട് ഞാൻ കൊടുക്കുന്നു. അപ്പോൾ നിങ്ങളുടെ താല്പര്യപ്രകാരം നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ നിങ്ങൾക്ക് എത്രാമതായിട്ട് വേണം സെറ്റ് ചെയ്യണം എന്നുള്ളത് അനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ 11 നഴ്സിംഗ് കോളേജുകൾ ഗവൺമെൻറ് കോളേജുകളിലേക്കാണ് ഓപ്ഷൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കൊടുത്ത സമയത്ത്
അതായത് ഇത്രയും കോളേജിലേക്ക് ഞാൻ ഓപ്ഷൻ കൊടുക്കുന്നു. അതായത് ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊരു ഉദാഹരണം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇവിടെ സിമറ്റ് കോളേജ് കാണാം. അപ്പോൾ ഇവിടെ ഞാൻ NRI സീറ്റ് ആയതുകൊണ്ട് അവിടെ വെക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് സെയിം കോളേജ് തന്നെ NRI സീറ്റ് അതുപോലെ തന്നെ സാധാ ഒന്നും കൊടുക്കാതെ അതായത് ജസ്റ്റ് ആ ഒരു കോളേജിൻ്റെ പേരും ആ സ്ഥലവും കൊടുത്തത് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സാധാരണയായിട്ടുള്ള അതായത് ഈ ഒരു കാറ്റഗറി അതായത് ഞാനിപ്പോൾ ആ ഒരു ഓപ്ഷൻ എൻ്റെ അടുത്ത ഓപ്ഷനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അതിന് 12ാമത്തെ ഓപ്ഷനായിട്ടാണ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ അതിന് താഴെയുള്ള NRI സീറ്റ് എന്ന് കാണാം. NRI സീറ്റിൽ ആ ഒരു NRI കാറ്റഗറിയുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഞാൻ അത് അപ്ലൈ ചെയ്യുന്നില്ല. NRI ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ മാത്രം അത് അപ്ലൈ ചെയ്താൽ മതി. അതുപോലെ 1.5 ലക്ഷം രൂപയാണ് ഒരു വർഷം വരുന്ന ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ ചില കോളേജിൽ ചെറിയൊരു ഫീസിൽ വ്യത്യാസം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്തതായിട്ട് പാരാമെഡിക്കൽ കോഴ്സാണ്. അപ്പോൾ എനിക്ക് MLT ആണ് പഠിക്കാൻ താല്പര്യം. നഴ്സിംഗ് കഴിഞ്ഞാൽ MLT ആണ്. അപ്പോൾ ജസ്റ്റ് ഞാനിപ്പോൾ 10 ഓപ്ഷൻസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്ന് കരുതുക. അപ്പോൾ ജസ്റ്റ് 10 ഓപ്ഷൻ വെറുതെ പറഞ്ഞതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 10, 30, 40 ഓപ്ഷൻ അല്ലെങ്കിൽ 50, 60 വേണമെങ്കിൽ 100 ഓപ്ഷൻസ് വേണമെങ്കിലും കൊടുക്കാം. നിങ്ങളുടെ താല്പര്യപ്രകാരം നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ പല വിദ്യാർത്ഥികളും ചോദിച്ചതായിരുന്നു പാരാമെഡിക്കൽ കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അത് 11ാമതായിട്ടാണോ ഒന്നായിട്ടാണോ സെലക്ട് ചെയ്യപ്പെടുക എന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ നഴ്സിംഗ് കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്തുള്ള ആ ഒരു മെഡിക്കൽ കോളേജിലെ ഞാൻ MLT കോഴ്സിലേക്കാണ് ഓപ്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ അവിടെ 21,860 രൂപയാണ് വാർഷിക ഫീസ് വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അതിനെ നെക്സ്റ്റ് ഓപ്ഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് ഓപ്ഷൻ ആക്കുന്നു. അപ്പോൾ അത് 13ാമതായിട്ടാണ് സെലക്ട് ചെയ്യപ്പെടുക. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു രീതിയിൽ നിങ്ങൾ നൽകുന്ന ഓപ്ഷനുകൾ അതായത് ആ ഒരു ഓപ്ഷനുകൾ സെറ്റ് ചെയ്യപ്പെടുന്നത് നെക്സ്റ്റ് ഓപ്ഷൻ നൽകുന്ന സമയത്ത് അത് 13 ഓപ്ഷൻ ഓൾറെഡി കൊടുത്തതുകൊണ്ട് തന്നെ അത് 14ാമത്തെ ഓപ്ഷൻസ് ആയിട്ടാണ് സെലക്ട് ചെയ്യപ്പെടുന്നത്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഇപ്പോൾ 10 ഓപ്ഷൻ നഴ്സിംഗ് കോളേജിൽ കൊടുക്കുന്ന സമയത്ത് അടുത്ത പാരാമെഡിക്കൽ കോഴ്സാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അത് അടുത്ത നെക്സ്റ്റ് ഓപ്ഷനായിട്ടാണ് വരിക. അതായത് അടുത്ത ഏതാണോ ഇപ്പോൾ 10 ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത 11ാമത്തെ ഓപ്ഷനായിട്ടാണ് ആ ഒരു കോളേജ് സെലക്ട് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ നഴ്സിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ MLT നോക്കുന്ന സമയത്ത് ഇവിടെ കാണാം 13 എന്ന് പറഞ്ഞുകൊണ്ട് വന്നത് കാണാൻ സാധിക്കും. അതായത് നിങ്ങളിപ്പോൾ നഴ്സിംഗ് 10 കോളേജിൽ കൊടുക്കുന്നു. അതിനുശേഷം അടുത്തത് പാരാമെഡിക്കൽ കോഴ്സായിട്ടുള്ള ഏതെങ്കിലും ഒരു പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സിലേക്കാണ് ഓപ്ഷൻ കൊടുക്കുന്നതെങ്കിൽ അത് നെക്സ്റ്റ് ഓപ്ഷനായിട്ടാണ് നൽകേണ്ടത്. അതായത് 10 ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ 11 ആണ്. അതുപോലെ 12 ഓപ്ഷൻ നഴ്സിംഗിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അടുത്ത പാരാമെഡിക്കൽ കോഴ്സ് കൊടുക്കുന്ന സമയത്ത് അത് 13ാമത്തെ കോഴ്സായിട്ടാണ് സെലക്ട് ചെയ്യപ്പെടുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ നൽകുന്ന കോഴ്സുകൾ നിങ്ങൾ അവസാനം ചെയ്യേണ്ടത് ഇവിടെ സേവ് ബട്ടൺ കാണാൻ സാധിക്കും. അപ്പോൾ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ജസ്റ്റ് നിങ്ങൾ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ അതായത് നിങ്ങളിപ്പോൾ താഴെ നൽകിയിട്ടുള്ള കോളേജുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് ഇവിടെ കാണാനായിട്ട് സാധിക്കും നിങ്ങൾ നൽകിയിട്ടുള്ള കോളേജുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കും. അതായത് ഇവിടെ സ്പെഷ്യൽ ഫീസ് എന്തെങ്കിലും ഉണ്ടോ, അതുപോലെ ട്യൂഷൻ ഫീസ് എത്രയാണ് എന്നിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ എല്ലാ ഗവൺമെൻറ് കോളേജും കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഞാനിപ്പോൾ ഒരു 10 ഗവൺമെൻറ് കോളേജാണ് കൊടുത്തിട്ടുള്ളത്. 10 അല്ല 12, 11 ഗവൺമെൻറ് കോളേജും അതുപോലെ തന്നെ ഒരു സെൽഫ് ഫിനാൻസ് കോളേജും അതുപോലെ തന്നെ ഒരു MLT അതായത് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി കോഴ്സിലേക്കുമാണ് ഓപ്ഷൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏകദേശം ഒരു 10, 20, 30 വേണമെങ്കിൽ ഒരു 100 ഓപ്ഷനെങ്കിലും കൊടുക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഗവൺമെൻറ് കോളേജിൽ 23,170 രൂപയാണ് ഫീസ്. സെൽഫ് ഫിനാൻസ് കോളേജ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 1,13,000 രൂപയാണ് ഫീസ് വരിക. അതുപോലെ തന്നെ ബാക്കിയുള്ള കോഴ്സുകൾ അതിനനുസരിച്ച് ഫീസിൽ വ്യത്യാസമുണ്ട്. പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകൾക്ക് ഫീസ് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു SC, ST, OEC വിഭാഗത്തിൽ ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾ എന്നിവർ ആണെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിൽ ഏകദേശം 1000 രൂപ മാത്രമാണ് ഫീസ് വരിക. സെൽഫ് ഫിനാൻസ് കോളേജിലെ മെറിറ്റ് സീറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതേ രീതിയിൽ 1000 രൂപ മാത്രമാണ് ഫീസ് വരുന്നത്. സെൽഫ് ഫിനാൻസിലെ മാനേജ്മെൻറ്റ് സീറ്റിലേക്കാണ് കിട്ടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഫീസ് വരുന്നത് ഏകദേശം SC ആയാലും ST ആയാലും OEC കാറ്റഗറി ആയിരുന്നാലും നിങ്ങൾക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത് 1,13,000 രൂപയാണ് ആദ്യ വർഷത്തെ ഫീസ് വരിക. അതുപോലെ തന്നെ ഇതിനോടൊപ്പം എക്സ്ട്രാ യൂണിഫോം, ബുക്ക്, ഹോസ്റ്റൽ ഇതുപോലുള്ള എക്സ്ട്രാ ചിലവുകളും നിങ്ങൾക്ക് വരുന്നതാണ്. അതുപോലെ തന്നെ കോഷൻ ഡെപ്പോസിറ്റ് ഇനത്തിൽ ഈ ഒരു 10,000 രൂപ അതായത് ഈ ഒരു 1,13,000-ൽ ഈ ഒരു 10,000 രൂപ കോഷൻ ഡെപ്പോസിറ്റ് ആണ്. അത് നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് അത് തിരികെ റീഫണ്ടായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ നഴ്സിംഗ് ആണ് താല്പര്യമുള്ളതെങ്കിൽ ഗവൺമെൻറ് കോളേജ് ആദ്യം വയ്ക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അടുത്ത സെൽഫ് ഫിനാൻസ് വേണമെങ്കിൽ സെൽഫ് ഫിനാൻസ് വെക്കാം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് താല്പര്യപ്രകാരം നിങ്ങൾക്ക് വേണ്ട കോളേജുകൾ ഏതായിരുന്നാലും നിങ്ങൾക്ക് ഓപ്ഷൻസ് ആയിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.